ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. മണക്കാട് നിന്നാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. കാര്യം മണക്കാട് എത്തുന്നവരെയും ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ റോഡുകളൊക്കെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഞാൻ മണക്കാട് തൊട്ട് ക്ഷേത്രം എത്തുന്നവരെ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ മണക്കാട് നിന്ന് ആറ്റുകാലോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് ഉജ്ജയിനി ക്ഷേത്രമുണ്ട്. പിന്നെ കുറച്ച് ദൂരം കൂടെ പോകുമ്പോൾ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അയ്യപ്പ ക്ഷേത്രം അവിടെ നിന്ന് ഇടത്തോട്ട് കയറുകയാണ്. ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി. അവിടെ മുഴുവൻ ഫോട്ടോസ്, ഹാരം എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ അമ്മയും ഞാനും അഭിക്കുട്ടനും കൂടെയാണ് ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പും ബാഗും അവിടെ വെക്കാൻ പോയി. ബാഗില്ല, ചെരുപ്പ് മാത്രം. പിന്നെ അഭിക്കുട്ട വീട്ടിൽ വന്നപ്പോൾ ഒരു കാറും കൊണ്ടാണ് വന്നത്, അതും അവിടെ വെക്കാൻ പോയി. ഇനി ചെരുപ്പിടുന്ന അവിടെ ഞാൻ വെക്കുന്ന സ്ഥലത്ത് വെറുതെ കൊണ്ട് വെച്ച് ടോക്കണും കൊണ്ട് പോയാൽ മതി. തിരിച്ച് വരുമ്പോൾ പൈസ എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള പൈസ അവിടെ വെച്ചാൽ മതി, അല്ലാതെ ഇത്ര രൂപ കൊടുക്കണം അങ്ങനെയില്ല. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് ഓടി കയറുകയാണ്. ഭയങ്കര വെയിലും ചൂടുമായതുകൊണ്ട് ഞങ്ങൾ ഓടിയാണ് കയറിയത്. അങ്ങനെ കോവിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതാണ് ഞാൻ ഇങ്ങനെ ഒളിച്ചാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. ഇവിടെ കോവലൻ്റെയും കണ്ണകിയുടെയും കഥ ഫുൾ ഇങ്ങനെ ഫോട്ടോസിലാക്കി എഴുതി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ. അങ്ങ് അറ്റം തൊട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് അകത്ത് ഇത്ര കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ പുറത്തിറങ്ങി. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അങ്ങനെ കയറുകയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലും പിന്നെ എല്ലാ മലയാള മാസം 1-ാം തീയതിയും അവിടെ അന്നദാനമുണ്ട്. ചൊവ്വയും വെള്ളിയും 11 മണി മുതലും ഞായർ 10:30 മുതലും എല്ലാ മലയാള മാസം 1-ാം തീയതി രാവിലെ 10 മണി മുതലും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭയങ്കര ക്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മോൻ കയ്യിലുള്ളത് കൊണ്ട് പെട്ടെന്ന് വേറെ വഴിയുണ്ട്. അങ്ങനെ കുഞ്ഞ് കുട്ടികളുള്ളവരാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് കയറ്റിവിടും, അപ്പുറത്തെ വശത്തൂടെ കയറ്റിവിടും. നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചോറ്, സാമ്പാർ, അവിയൽ, നാരങ്ങ അച്ചാർ ഇത്രയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് 3 പേരും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രണ്ടിൽ, ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ 2 വലിയ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫാൻ ഇട്ടിട്ടില്ല, നല്ല തണുപ്പാണ്. ഉത്സവ സമയമാകുമ്പം ഇടും. അങ്ങനെ ഞങ്ങൾ കുറച്ചല്ല, ഒരു 3/4 മണിക്കൂറോളം അതിൻ്റെ നടയിലിരുന്നു. ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അപ്പം അരവണ കൗണ്ടറിൽ ചെന്ന്. പക്ഷേ ഞാൻ ക്ഷേത്രത്തിനകത്തുനിന്ന് അരവണ വാങ്ങിച്ചു. അപ്പം വാങ്ങുന്നതിന് ഉണ്ണിയപ്പത്തിന് 30 രൂപയും അരവണയ്ക്ക് 60 രൂപയാണ്.
അങ്ങനെ എൻ്റെ അരവണ, ഉണ്ണിയപ്പം, കുറച്ച് കുട്ടികൾ അതിൻ്റെ സ്റ്റേജിന് മണ്ടയിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. പക്ഷേ സെക്യൂരിറ്റി വന്ന് വഴക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇറങ്ങൂ എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഫ്രണ്ടിലായിട്ട് തന്നെ ക്ഷേത്രക്കുളമുണ്ട്. അവിടെ നിറയെ ആമയും നിറയെ മീനുമുണ്ട്. അവിടെ കണ്ടോ, ആ കാണുന്നതിലെല്ലാം ആമ ഇരിക്കുന്നതാണ്. കാണിച്ചു തരാം ഞാൻ. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു. 1 മണിയായി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഉത്സവത്തിൻ്റെ കാര്യം അവിടെ എഴുതിയിരിക്കുകയാണ്. ഉത്സവം മാർച്ച് 5 ബുധനാഴ്ച കൊടി കയറി, മാർച്ച് 13 വ്യാഴാഴ്ചയാണ് പൊങ്കാല. താങ്ക് യു.